കുരുമുളക് നമ്മൾ പൊടിച്ചതാണ്, വീട്ടിലെ കുരുമുളക് പൊടിച്ചെടുത്തതാണ്. പൈസ കൊടുത്ത് വാങ്ങിച്ച മരമുളക് പൊടിച്ചെടുത്തത്. മരമുളകല്ല, കുരുമുളക്. മകളൊന്നുമില്ല, ഓൺലി സ്റ്റാഫ്. എന്നെ വീട് ഇങ്ങനെ എടുക്കണ്ട മേലെ എന്നെ കൂത്തരാണ് വിചാരിക്കും. നോ, യു ആർ നോട്ട് എ കൂതറകൾ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്നെന്തായിരുന്നു, ചിക്കൻ കറീന്റെ വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ഷെഫിന് ഞാൻ കാണിച്ചു തരാം. ഷെഫ് നമ്മള് വീട്ടിലേക്കുള്ള സാധാരണ എറണാകുളം സ്റ്റൈലിനൊന്നും ഇല്ല, സാധാരണ പോലത്തെ ഒരു ചിക്കൻ കറിയാണ്. നാടനിലുള്ള രീതിയിൽ പറയാം. എല്ലാ പൊടികളൊക്കെ നമ്മൾ സാധാരണ പൊടികള്, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, മസാലപ്പൊടി, ഗരം മസാല ആവാം, പിന്നെ ഉപ്പ്, മഞ്ഞപ്പൊടി, അത്രയൊക്കെ ഇട്ട്. പിന്നെ വേണമെങ്കിൽ ആ പേസ്റ്റ് ചേർക്കാം, ഇഞ്ചി വെളുത്തുള്ളിയുള്ള പേസ്റ്റ് പെരട്ടി തന്നെ വെക്കാം. അല്ലെങ്കിൽ നമ്മള് താളിക്കുമ്പോ ആണെങ്കിലും ഇടാം. ആദ്യം വറുത്തിട്ട് വെക്കണമെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതല്. അപ്പൊ നമുക്ക് വറുത്തിട്ടാണ് ചിക്കൻ കറി ഇന്ന് വെക്കണത്. അപ്പൊ നമുക്ക് റെസിപ്പിയൊക്കെ ഇനി വഴിയെ കാണാം. വെല്ലുള്ളി, സവോള, പച്ചമുളക്, തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികളൊക്കെ ചിക്കനിലേക്ക് ഇടാം. ഇത് ചുമ്മാ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്, കാരണം ഉച്ചക്ക് വാങ്ങിച്ച ചിക്കൻ ആയിരുന്നു. അപ്പോൾ നമ്മളിത് ചിക്കനിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി, തേങ്ങകൾ 2 തേങ്ങയുണ്ട് പോരെ. മൂന്നാമത്തെ തേങ്ങ, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഇതൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിലെന്തൊക്കെ ഇട്ടെന്ന് പറ പൊടികള്? മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ചിക്കൻ മസാല. മല്ലിപ്പൊടി ഇടില്ല, മല്ലിപ്പൊടി പെരട്ടലായ മല്ലിപ്പൊടി ഉണ്ട്. ആ ഒരു മല്ലിപ്പൊടി വരുമ്പോഴത്തേക്കും ടേസ്റ്റ് മാറും. അപ്പൊ നമ്മള് താളിക്കുമ്പോ മല്ലിപ്പൊടി ഇടണതാണ് നല്ലത്. ഇപ്പൊ ഉപ്പൊക്കെ ഇട്ടിട്ട് എത്ര നേരം വെക്കണം? ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്. അതേ മോനെ. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മസാല തിരുമ്മി ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ടാണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത്. അത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇതൊക്കെ മണോട്ടാ, സൂപ്പർ മണമായിട്ട് വരുന്നത്. മസാലക്കൂട്ടിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടല്ലോ, കിട്ടില്ല മണമാണ്. അപ്പോൾ നമ്മളിത് കറിയിലേക്ക് വേണ്ട തേങ്ങാപ്പാലും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലുമാണിത്. ഒരു ചെറിയൊരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കറി ഉണ്ടാക്കാം. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പിടി കുഞ്ഞുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് 2ആയി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്നതിലും കൂടുതൽ നമ്മളവിടെ എൻജോയ് ചെയ്യായിരുന്നു. ആ മൊമെൻറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. അത് ഇട്ടുപോയിട്ടുണ്ടല്ലോ. ഉപ്പ് എന്തായാലും കൂടുതലുണ്ടാവും. മസാല എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. നമ്മളിവിടെ ഉണ്ടാക്കുന്ന കുക്കറിലാണ്. കാരണം ഇപ്പോൾ തന്നെ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉരുളിയിലേക്ക് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോൾ നമ്മൾ കുക്കറിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. എണ്ണ ഒഴിച്ച് നമ്മളൊരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഏകദേശം ഒരു 2 എണ്ണം, ഒരു മീഡിയം സൈസുള്ള 2 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്.
അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ടാൽ ഒന്നുകൂടെ വേഗം സ്പീഡിലായിട്ട് വഴന്ന് കിട്ടും. അങ്ങനെ സവോളയൊക്കെ ഒന്ന് കളർ മാറി ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ ഒരു 10-15 ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി 2ആയിട്ട് കട്ട് ചെയ്തതാണ്. നമുക്ക് ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്യുക. ഇനി അതും കൂടെ ഒന്ന് കളറൊക്കെ മാറി ഒന്ന് സെറ്റ് ആവണം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി പിന്നെ ഒരു ഹാഫും കൂടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് ഒരു 2-3 നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം എരിവില്ലാത്ത ഒരു പച്ചമുളകായിരുന്നു. ഒരു 2 അല്ലെങ്കിൽ 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സാധനം ഇട്ട് കഴിഞ്ഞ പാടെ അടുത്ത സാധനം ഇടരുത്. കാരണം അതിനൊന്ന് ടൈം കൊടുക്കുക, ഒന്ന് സെറ്റ് ആവാൻ ടൈം കൊടുക്കുക, ഒന്ന് വാടി പോകാനും വഴന്ന് കിട്ടാനൊക്കെയുള്ള ടൈം കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ണം ഒരു ചിക്കൻ ഫ്രൈ വെച്ചിട്ടാണ് എന്റെ പാട്ട് പാടണേ വെച്ചിട്ട് വന്നു. നമ്മുടെ കണ്ണം വന്നാച്ചാ കിടക്കിടക്ക് തിന്നുന്നൊരുത്തൻ ഇവിടെ അല്ലല്ലോ യസോത്രം ചിക്കൻ മസാല നര പൊട്ടിച്ചത് മതിയോ? ഫുള്ള് വേണോ? ഇപ്പൊ മാത്രം നമ്മൾ മല്ലിപ്പൊടി ഇടാൻ പാടുള്ളൂ. നോട്ട് ഇറ്റ് ഡൗൺ. 2 സ്പൂൺ. അത് പോയി കഴിഞ്ഞാൽ കുത്തലാവാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും മുളക് കുറച്ച് മതി. മുളക് പൊടി കുറച്ച് മതി. കാരണം നമ്മൾ വറുത്തതില് ഒരു സ്പൂൺ ഇട്ടോ. ഇത്ര മതി. ആവശ്യത്തിന് അളവ് അറിയാലോ, വീട്ടിൽ പറയണ പോലെ ആവശ്യങ്ങൾക്കനുസരിച്ച് മുളക് പൊടി എത്ര മണി ഇടാണ്. അമ്മ പറയാറുള്ളത് കുരുമുളക് കൂടുതലിടണം. ഇത് ഭംഗിക്ക് മഞ്ഞപ്പൊടി മതി. ഇനി ഉപ്പിടണം. ഞാൻ ഉപ്പ് ഏറ്റവും അവസാനം നമ്മൾ അത്യാവശ്യം മസാല മണമൊക്കെ മാറി വരുന്നുണ്ട്. തലമുട്ടിരിക്കുകയാണ്. അവിടെ ഇവിടെ ചതവുണ്ട്. എന്തിനാ വെറുതെ ഡാമേജ് ആണ്. വേറെ പിയു പോലെ പാട്. पियो बोले पढ़ पियू बोले पिया बोले क्या डोले जमुना जिया डोले हौले हौले क्यों ये डोले जमुना ലിറിക്സ് അറിയാത്തോണ്ടാണ് ഗൈസ്. മസാലകളൊക്കെ റെഡി ആയിരിക്കുകയാണ്. ചിക്കൻ ഇട്ടാ തുടങ്ങിയല്ലോ. ഇനി എന്താണ് പാടാ സമ്മതിക്കടോ. बदल रही है आज जिंदगी के चाल जरा किसी बहाने क्यों ना मैं भी दिल का हाल जरा सवार लूं ये जवार സവാള ഓൾറെഡി ഇട്ടു. ശരി ചിക്കൻ ഇട്ടേ. പാട്ടുണ്ട് കൊതുപോലെ അത്യാവശ്യം അടുത്തത് ഇങ്ങനെ കോരി കോരി ഇടുക. പിടിച്ചോ 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 പിടിച്ചിട്ട് ഇതെടുത്ത് അത് ഞാൻ എടുത്തോളാം. അത് ഞാൻ എടുത്തിടാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി.
ജസ്റ്റ് ഒന്ന് സേഫ് ചെയ്തിട്ട് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം അത് മസാലയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇനി വെള്ളം ഇറങ്ങില്ല, ഫ്രൈഡ് ചിക്കനാണ്. മസാല നന്നായിട്ട് ചിക്കനിലാണ് പിടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ നേരെ രണ്ടാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിൽ കിടന്ന് ചിക്കൻ ഒന്ന് വേവുന്ന വരെ ഒരു ടൈം കൊടുക്കുക. ഉണ്ടല്ലോ അതന്നെ കത്തി വിട്ടിട്ട് ഇത് വേവിക്കാൻ വേണ്ടി അങ്ങനെ ചിക്കൻ നമ്മളിതേ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 വിസിലോളം വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ ഇത് സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇനി 1-ാം പാൽ ഒഴിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി 1-ാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ച ശേഷം ജസ്റ്റ് ഒരു തിളവെന്ന് ഓഫ് ചെയ്യുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി പപ്പടമാണ് നല്ല കോമ്പിനേഷൻ. പിന്നെ കുറച്ച് ദോശയും വീട്ടിലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇത് സാമ്പാർ മീൻ കറിയൊക്കെ ആയിരുന്നു. മീനിന് ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.